ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഇവിടെ നല്ല രീതിയിലുള്ള മഴയാണ് കേട്ടോ. ഇടയ്ക്ക് മഴയും അതുപോലെ തന്നെ കൂടെ വെയിലും വരാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പല ദിവസങ്ങളിലായിട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുള്ള വീഡിയോസാണ് കേട്ടോ. ഇന്നെടുത്ത വീഡിയോ ഒന്നുമല്ല, പല ദിവസങ്ങളിലായിട്ട് എടുത്തു വെച്ച വീഡിയോസാണ്. ഗാർഡനിലെ പൂക്കളും ചെടികളും അതുപോലെ തന്നെ ഗാർഡനിങ് ടിപ്സും പുതിയ ചെടികളും ഒക്കെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് എല്ലാവരും കാണാൻ ശ്രമിക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അപ്പോൾ നമുക്ക് തുടർന്നിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഫോക്സ്റ്റൈൽ ഓർക്കിഡൊക്കെ നമുക്ക് കുറച്ച് നാളായിട്ട് ഇവിടെ വിരിഞ്ഞ് നിൽക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഡെയ്സിയും നന്നായിട്ട് ഫ്ലവർ ചെയ്ത് നിൽപ്പുണ്ടേ. ഞാൻ ആദ്യം കാണിച്ചിട്ടുള്ള ഫോക്സ്റ്റൈൽ ഓർക്കിഡ് അല്ല കേട്ടോ. ഇത് പോട്ടിൽ സെറ്റ് ചെയ്തേക്കുന്ന ഫോക്സ്റ്റൈൽ ഓർക്കിഡാണ്. മറ്റേത് നമ്മൾ ലൈവ് പ്ലാന്റിലാണ് കേട്ടോ ആ ഒരു ഓർക്കിഡ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഒരു കൊല പൂക്കളാണ് ഉള്ളത്. മറ്റൊരു നമുക്ക് കഴിഞ്ഞ വർഷമൊക്കെ പൂത്തിട്ടുണ്ടായിരുന്നതാണ്. ഇത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇതിൽ പൂക്കളുണ്ടാകുന്നത്. അതിനിടയ്ക്ക് നമുക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നേ. നിമ്മി എന്ന് പറയുന്നൊരു ഫ്രണ്ടാണ് എനിക്ക് ഈ ഒരു പ്ലാന്റ് അയച്ചു തന്നിട്ടുള്ളത്. ഇത് വൈൽഡ് ഓർക്കിഡാണ്. അപ്പോൾ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. ഒന്നൊന്നുമല്ല, ഒരുപാട് തൈകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെന്തായാലും നമുക്കൊന്ന് സെറ്റ് ചെയ്ത് വെക്കണം. വൈൽഡ് ഓർക്കിഡ് ആയതുകൊണ്ട് തന്നെ ഞാനിത് പോട്ടിലൊന്നും അല്ല കേട്ടോ വെച്ചിട്ടുള്ളത്. ഈ ഒരു വുഡിൽ മൗണ്ട് ചെയ്ത് വെച്ചേക്കുവാണേ. ഇത് ഫ്ലവറൊക്കെ കഴിഞ്ഞാണെന്ന് തോന്നുന്നു. ഇത് സീഡുകളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ടേ. റെഡ് കളർ ജെറേനിയവും നമുക്കിപ്പോൾ ഫ്ലവറായിട്ട് നിൽപ്പുണ്ടേ. ഇപ്പോൾ 3-4 കളർ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ ഈ മഴയായപ്പോൾ 1-2 പ്ലാന്റുകൾ എൻ്റെ കയ്യിൽ നഷ്ടപ്പെട്ടു പോയി. ഇപ്പോൾ ഒരു റെഡ് കളർ മാത്രമാണുള്ളത്. നാടൻ വെറൈറ്റിയാണിത്, ഹൈബ്രിഡ് ഒന്നുമല്ല. നാടൻ വെറൈറ്റി നമുക്ക് പെട്ടെന്ന് കിട്ടുകയും ചെയ്യും. അതായത് ഇനിയുള്ളത് പിങ്ക് ലേഡിയാണേ. അപ്പോൾ ഈ പിങ്ക് ലേഡി നമുക്കത് പ്രൊപ്പഗേറ്റ് ചെയ്യാറായിട്ടുണ്ട് കേട്ടോ. എൻ്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ അതാ മണലും ചാണകപ്പൊടിയും അടങ്ങിയ പോട്ടി മിക്സാണ് എടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ പിങ്ക് ലേഡി കട്ട് ചെയ്തെടുത്ത് ഈ പോട്ടിലൊന്ന് വെച്ച് കൊടുത്താൽ മാത്രം മതി കേട്ടോ. വേണമെങ്കിൽ മുകളിൽ കുറച്ച് മണ്ണിട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ മണ്ണൊന്നും ഇട്ട് കൊടുത്തില്ല എന്നുണ്ടെങ്കിലും ഇങ്ങനെ ഇരുന്ന് തന്നെ പ്ലാന്റ് നല്ല രീതിയിൽ ഹാങ് ചെയ്ത് വന്നോളും. ഇത് ഹണി സർക്കിൾ എന്നറിയപ്പെടുന്ന ഒരു ക്ലൈമ്പിംഗ് പ്ലാന്റ് ആണേ. ഇതിൻ്റെ പൂ വിരിയുന്ന ഒരു ഫസ്റ്റ് ഡേ ഒരു വൈറ്റ് കളർ ആയിരിക്കും കേട്ടോ. അടുത്ത ദിവസം ആകുമ്പോഴേക്കും ആ ഒരു വൈറ്റ് കളർ മാറിയിട്ട് ഈ ഒരു യെല്ലോ കളറിലേക്ക് മാറുകയും നിറച്ച് ബട്ടർഫ്ലൈസൊക്കെ ഈ ഒരു പ്ലാന്റ് ഉണ്ടെങ്കിൽ വരും കേട്ടോ. ചെറിയൊരു സ്മെല്ലും ഉണ്ട് ഈ ഒരു പ്ലാന്റിന്. അതുപോലെ ഇത് ഗോൾഡൻ കാസ്കേഡാണ്. ഗോൾഡൻ കാസ്കേഡും നന്നായിട്ട് പടർത്തി വിട്ട് കഴിഞ്ഞാൽ നിറച്ച് പൂക്കളുണ്ടാകുന്ന ഒരു ചെടിയാണ്. ഞാനിതിവിടെ പോട്ടിലാണ് വെച്ചേക്കുന്നത്. പോട്ടിൽ നിന്ന് മാറ്റി നമ്മൾ നിലത്താണ് നടുന്നതെങ്കിൽ നിറച്ച് പൂക്കളൊക്കെ ഉണ്ടാകുന്ന ഒരു വെറൈറ്റി വള്ളിച്ചെടിയാണിത്. മഴയായപ്പോൾ നമ്മുടെ കലേഡിയൻ ചെടികളെല്ലാം മുളച്ച് വന്നിട്ടുണ്ട്. വെയിലാവുന്ന സമയത്ത് ഇതിൻ്റെ ഇലകളൊക്കെ ഉണങ്ങിപ്പോയിട്ട് പ്ലാന്റ് അങ്ങ് പോവുകയാണ് ചെയ്യുന്നത് എന്ന് കരുതി അതിൻ്റെ ബൾബ് ആ ഒരു പോട്ടിൽ തന്നെ ഇരിക്കും. അതിൽ നിന്ന് നമുക്ക് പുതിയ തൈകൾ മഴ പെയ്യുന്ന സമയത്ത് മുളച്ച് വരികയാണ് ചെയ്യുന്നത്. എൻ്റെ കയ്യിൽ ഒരു 10-12 വെറൈറ്റിയൊക്കെ എടുത്തുണ്ട് കലേഡിയൻ ചെടികൾ. അപ്പോൾ ഇത് എല്ലാം ഇപ്പോൾ മുളച്ച് വന്നിട്ടേ ഉള്ളൂ. ഇതൊക്കെ നമുക്കൊന്ന് റീപോർട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പ്ലാന്റ് വളരും. ഈ പ്ലാന്റുകളൊക്കെ കണ്ടില്ലേ, ഇലയൊക്കെ നല്ല വലിപ്പം വെച്ച് വരും. ഇപ്പോൾ ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തൊന്ന് റീപോർട്ട് ചെയ്ത് എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കണം. നേരത്തെ കാണിച്ചാൽ ഒരു കലേഡിയം ഇന്ന് റീപോർട്ട് ചെയ്യാൻ പോവുകയാണേ. ഇതാ ഒരു ചെറിയൊരു പോട്ടിലാണ് ഈ ഒരു പ്ലാന്റ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു വലിയ പോട്ടിലേക്ക് മാറ്റണം. മണൽ ചാണകപ്പൊടി അടങ്ങിയ പോട്ടി മിക്സാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാദ്യം ഈ പോട്ടിൽ നിന്നൊന്ന് റിമൂവ് ചെയ്തെടുക്കാം. ഇപ്പോൾ മഴയായതുകൊണ്ട് തന്നെ നമുക്ക് പ്ലാന്റ്സുകളെല്ലാം പ്രൊപ്പഗേറ്റ് ചെയ്യാനും അതുപോലെ റീപോർട്ട് ചെയ്യാനും ഒക്കെ പറ്റിയൊരു സമയമാണ്. അപ്പോൾ ഇതാ പ്ലാന്റ് ഇതുപോലെ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് വീണ്ടും നമ്മൾ പോട്ടി മിക്സ് ഇട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇനി അധികം മഴ കിട്ടാത്തൊരു സ്ഥലത്തേക്ക് ഈ ഒരു പ്ലാന്റ് ഒന്ന് മാറ്റി വയ്ക്കുക. അധികം ഓവറായിട്ടുള്ള മഴ ഇപ്പോൾ നമ്മൾ എന്തായാലും റിപ്പോർട്ട് ചെയ്ത് കഴിയുള്ളൂ. ഓവറായിട്ടുള്ള മഴ കിട്ടാതെ ഒരു ഷെയ്ഡിലേക്ക് മാറ്റി വെച്ച ശേഷം കുറച്ച് 1-2 ആഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് നമുക്കത് മഴ കിട്ടുന്ന സ്ഥലത്തേക്ക് മാറ്റാവുന്നതാണ്. ഇപ്പോൾ എന്തായാലും ഈ ഒരു പ്ലാന്റിൻ്റെ റിപ്പോർട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള പ്ലാന്റ്സുകളൊക്കെ നമുക്ക് ഓരോ ദിവസമായിട്ട് റിപ്പോർട്ട് ചെയ്യാവുന്നതാണ്. പിങ്ക് പ്രിൻസസും നല്ല രീതിയിൽ തന്നെ നിൽക്കുന്നുണ്ട്. പുതിയ ഇലകളൊക്കെ വന്ന് നല്ല രീതിയിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കൂടുതലായിട്ട് കളക്ട് ചെയ്യുന്നത് ഇതുപോലുള്ള ഇൻഡോർ പ്ലാന്റ്സുകളാണ് കേട്ടോ. ഇലച്ചെടികളാണ് കൂടുതലായിട്ട് കളക്ട് ചെയ്യുന്നത്. ഫ്ലവറിങ് പ്ലാന്റ്സ് ഇഷ്ടമല്ല എന്നല്ല, ഫ്ലവറിങ് പ്ലാന്റ്സ് ഇഷ്ടമാണ്. പക്ഷേ ഫ്ലവറിങ് പ്ലാന്റ്സ് നമ്മൾ കളക്ട് ചെയ്യുമ്പോൾ എപ്പോഴും സീസണലായിരിക്കും ഫ്ലവേഴ്സ് കിട്ടുന്നത്. എപ്പോഴും നമുക്ക് ഫ്ലവേഴ്സ് ഒന്നും കിട്ടാറില്ല. പക്ഷേ നമ്മൾ ഇലച്ചെടികൾ ആണ് കളക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എപ്പോഴും അതിൻ്റെ ആ ഒരു ഭംഗി നമുക്ക് കിട്ടുകയും ചെയ്യും. ഇതൊക്കെ ഹാങ്ങിങ് പ്ലാന്റ്സ് ആണ്. ഹാങ്ങിങ് പ്ലാന്റ്സുകൾ അതുപോലെ തന്നെയാണ്. ഇത് റിപ്സാൽസിൻ്റെ ഒരു വെറൈറ്റിയാണ്. ചെറിയ ചെറിയ പൂക്കളൊക്കെ ഉണ്ടാകും അതിൽ. പൂക്കൾക്ക് പ്രത്യേകിച്ച് ഭംഗിയൊന്നുമില്ല, അതിൻ്റെ ഇലകൾക്കൊക്കെ തന്നെയാണ് ഭംഗി. ഇതുപോലെ ഇങ്ങനെ ഹാങ് ആയിട്ട് വരികയും ചെയ്യും. നല്ല ഭംഗിയാണ് കേട്ടോ ഈ പ്ലാന്റ് കാണാൻ. പോട്ട് നിറഞ്ഞ് വരുമ്പോൾ നല്ല ഭംഗിയാണ്. പക്ഷേ സ്ലോ ഗ്രോത്ത് ആയിരിക്കും പ്ലാന്റ്.
പക്ഷെ പോട്ട് നിറഞ്ഞു കഴിഞ്ഞാൽ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ ബൈ.